Good afternoon to all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Miss അവിടെ Good നല്ല afternoon. കുറവായിരുന്നല്ലോ. ഇന്നും ഞാൻ തന്നെ വന്നു. Okay, start ചെയ്യാം നമുക്ക്. Okay, prayer. Set of 3 and signing. Prayer. Okay. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing. Send them upon us, O Lord. Grant to us now a refreshing. Come and now honor the word. Showers of blessing,
Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Finish, Miss. Okay, Lakshmi, then signing and thought of three. തോട്ട് ഓഫ് ദ ഡേ ആരാണ്? ആരാ thought of three ആരാ? ആരുമില്ലെങ്കിൽ ഞാൻ തന്നെ ഒരു തോട്ട് പറയാം. Okay. Control your mind. If you can control your mind, you can change your life. APJ Abdul Kalam. സൈനിങ് ഞാനാണ്. ഹലോ മക്കളെ, നമ്മള് റൈംസ് പഠിച്ചു, സ്റ്റോറി ടെല്ലിംഗ് പഠിച്ചു, എല്ലാം പഠിച്ചു അല്ലേ? ഇനി നമുക്കൊരു കവിത പഠിച്ചാലോ? എല്ലാരും റെഡി അല്ലേ? Yes. റെഡി? Yes. ഓക്കെ. കവിതയുടെ പേരാണ് ഉണ്ണിക്കുട്ടന്റെ കുപ്പായം. ഓക്കെ. ഉണ്ണിക്കുട്ടന്റെ കുപ്പായം, അച്ഛൻ വാങ്ങിയ കുപ്പായം, നീല നിറത്തിലെ കുപ്പായം, കാണാൻ കേമൻ കുപ്പായം. ഉണ്ണിക്കുട്ടന്റെ കുപ്പായം, അച്ഛൻ വാങ്ങിയ കുപ്പായം, നീല നിറത്തിലെ കുപ്പായം, കാണാൻ കേമൻ കുപ്പായം. ഒരിക്കലച്ഛൻ നോക്കുമ്പോൾ കീറിയിരുന്ന കുപ്പായം, അച്ഛൻ മീശ വിറപ്പിച്ചു, എങ്ങനെ കീറി കുപ്പായം. ഒരിക്കലച്ഛൻ നോക്കുമ്പോൾ കീറിയിരുന്ന കുപ്പായം, അച്ഛൻ മീശ വിറപ്പിച്ചു, എങ്ങനെ കീറി കുപ്പായം. കൊമ്പിൻ മുകളിൽ ചാഞ്ചാടുമ്പോൾ കുടുങ്ങിയല്ലോ കുപ്പായം, ഒന്ന് പിടിച്ചു വലിച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം. കൊമ്പിൻ മുകളിൽ ചാഞ്ചാടുമ്പോൾ കുടുങ്ങിയല്ലോ കുപ്പായം, ഒന്ന് പിടിച്ചു വലിച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം. ഉണ്ണിക്കുട്ടൻ കൈനീട്ടി, ഇപ്പോ കിട്ടും നല്ലൊരടി, പക്ഷേ തല്ലുകൾ വന്നില്ല, എന്താ അച്ഛാ തല്ലാത്തേ. ഉണ്ണിക്കുട്ടൻ കൈനീട്ടി, ഇപ്പോ കിട്ടും നല്ലൊരടി, പക്ഷേ തല്ലുകൾ വന്നില്ല, എന്താ അച്ഛാ തല്ലാത്തേ. നേര് പറഞ്ഞാൽ തല്ലില്ല, നേര് പറഞ്ഞാൽ തല്ലില്ല. സോ മക്കളെ, നിങ്ങൾ എല്ലാരും നേര് മാത്രം പറയണം, കളവ് പറയരുത്. അപ്പൊ ഉണ്ണിക്കുട്ടൻ സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഉണ്ണിക്കുട്ടന് അടി കിട്ടാതിരുന്നത് അല്ലേ? അപ്പൊ നിങ്ങളും അതേപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സത്യം മാത്രം പറയണം. എങ്ങനെയുണ്ട്? ഓക്കെ, നല്ലൊരു കുഞ്ഞി കവിത. ഓക്കെ. പൊതുവേ നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ നമ്മൾ പണ്ട് അല്ലെ, നമുക്ക് ഭയങ്കര നൊസ്റ്റ് അല്ലെ, നൊസ്റ്റ് ഫീലിംഗ് അല്ലെ, എന്തോ കുട്ടിക്കാലത്തേക്ക് ഒരു പോയൊരു ഫീലിംഗ് ആണ്. എല്ലാവരും മൈൻഡിൽ അങ്ങനെ ആയിരിക്കും അല്ലെ. ആ പാടിപ്പോ സഫിയ കവിത ചൊല്ലിയപ്പോഴും ഞാൻ അങ്ങോട്ടേക്കാ പോയി, കേക്കട്ടായിരുന്നു. ഓക്കെ. അടി കിട്ടിയിട്ടുണ്ടോ ടീച്ചറെ? അച്ഛൻ്റെ അടുത്ത് അടി കിട്ടിയിട്ടുണ്ടോ ചോദിക്ക. കുറവായിരുന്നു. പിന്നെന്താ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെയും ചോദിച്ചു തന്നെ അല്ലെ. ഞാനാണ് നിങ്ങളോട് എന്തൊക്കെയുണ്ട് വിശേഷം ഹൗ ആർ യു ചോദിക്കുന്ന ഞാൻ മാത്രമാണോ? ആണോ? അല്ല മിസ്സേ, ആതിര മിസ്സും ഞങ്ങളടുത്ത് ചോദിക്കും. ആതിര മിസ്സും മിസ്സുമാണ് ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കണം. ബാക്കി പിന്നെ ജിഷ മിസ് കുറച്ചു നേരം ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിക്കും. പിന്നെ അപർണ മിസ് വന്നതും തോട്ട് ഓഫ് ദ ഡേ പ്രയർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങും. അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നാണല്ലേ, പറയാതെ കയറി വന്നാണ്. ഞാൻ ഇന്ന് ആതിര മിസ് ആയിരിക്കും വിചാരിച്ചത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറയാതെ ഞാൻ പ്ലാൻ ചെയ്തതാണ്. കാരണം ആതിര മിസ്സിന്റെ ക്ലാസ്സാണ് ഞങ്ങൾ എടുത്തത്, അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തു. പക്ഷെ ജിഷ മിസ് ലീവ് ആണെന്ന്, അപ്പൊ വേറെ ക്ലാസ്സിലേക്ക് അതിലേക്ക് കയറേണ്ടി വന്നു, അതുകൊണ്ടാ. ഓക്കെ.
വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാ ടീച്ചർ വരുമ്പോഴത്തേന് ആ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് നോക്കി വെക്കാന്നൊക്കെ വിചാരിച്ചു. ഇന്നിപ്പോ ടീച്ചർ ഇല്ലല്ലോ എന്ന് ഒറ്റൊന്നും നോക്കിയിട്ടൊന്നുമില്ല. കുഴപ്പമില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഇനി എന്തായാലും ഞാൻ മിക്കവാറും ചൊവ്വാഴ്ച ഇരിക്കാൻ വരാം. ചൊവ്വല്ല വെനസ്ഡേ ഇരിക്കാൻ വരാം. അറിയില്ല കേട്ടോ. ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഹോംവർക്ക് ഉണ്ടായിരുന്നു. ചെയ്തിരുന്നോ? ചെയ്തു എല്ലാവരും? കുറച്ച് കംപ്ലീറ്റ് ചെയ്യൂ. കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. കാരണം ഇപ്പൊ ആരും നോക്കിയിട്ടില്ല, എന്നെ ആരും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അപ്പൊ ആരുടെയും കംപ്ലീറ്റ് ആയാലും ഉണ്ടാവില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അല്ലെ? ശരിയല്ലേ? ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഈ ഹോംവർക്കും കൂടി ചെയ്ത് ഇതിന്റെ ആൻസേഴ്സ് കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് മനസ്സിലാവും. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേന് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പൊ ഈ മോഡലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ ടാഗിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഈ മോഡലാണ്. ഇനി നമ്മൾ ആർട്ടിക്കിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ക്വസ്റ്റ്യൻ ടാഗും പറഞ്ഞു. ഇനി ഉള്ളത് കോൺവേർഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കോൺവേർഡിലേക്ക് പോകാം. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആകും. ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ തുടങ്ങി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് അപ്പൊ നമുക്ക് എക്സാമിനുള്ള ടെൻഷൻ മാറി കിട്ടും. കോൺവേർഡ് നോക്കിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ അല്ലെ? ഇല്ല മിസ്സേ, നോക്കിയിട്ടില്ല. പറയാം നമുക്ക്. ഇത് എത്രാമത്തെ ലെസണിലാണ്? യൂണിറ്റ് 4. യൂണിറ്റ് 5 ആണേ ആർട്ടിക്കൽ. യൂണിറ്റ് 5. കോൺവേർഡ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റും വേർബും തമ്മിലൊരു എഗ്രിമെന്റ് ആണെന്ന് പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വിചാരിക്കും. സിമ്പിൾ ആണ്. അതായത് ഇപ്പോ മൈ സിസ്റ്റർ ലിവ്സ് ഇൻ ദുബായ്. ഇവിടെ മൈ സിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലെ? സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്തായിരിക്കണം? നമ്മൾ ടെൻസി പഠിച്ചതാണ് അല്ലെ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ ആയിരിക്കണം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആണ്. മറക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിലാണ് നേരെ തിരിച്ചു വരുന്നത്. മനസ്സിലായോ? പ്ലൂറൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരണം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരണം. അത് ക്വസ്റ്റ്യൻ ടാഗിലാണ് അങ്ങനെ ഓപ്പോസിറ്റ് വരാം. സബ്ജക്ട് വൈസ് ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആണ് വരാം. അപ്പൊ ഇവിടെ മൈ സിസ്റ്റർ ലിവ്സ് ഇൻ ദുബായ്. മൈ സിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലെ? അപ്പോ ലിവ് എന്ന് പറയുന്ന ഒരു വേർബ് ആണ് അല്ലെ? ആ വേർബിനെ നമ്മൾ എന്താ സിംഗുലറൈസ് ചെയ്തു അല്ലെ? എസ് ആഡ് ചെയ്തിട്ട് സിംഗുലറൈസ് ചെയ്തു. മൈ സിസ്റ്റർ ലിവ്സ് ആക്കി അല്ലെ? ലിവ്സ് ഇൻ ദുബായ്. ഇനി മൈ സിസ്റ്റേഴ്സ് ആണെങ്കിലോ? മൈ സിസ്റ്റേഴ്സ് അത് പ്ലൂറൽ ആണ്. സബ്ജക്ട് പ്ലൂറൽ ആയി അല്ലെ? സിസ്റ്റേഴ്സ് എന്ന് വന്നു. അപ്പൊ ലിവ് എന്താണ്? ലിവ്സ് ആഡ് ചെയ്യണോ? വേണ്ട. ലിവ് അപ്പൊ ലിവ് തന്നെയാണ് വരാം. മൈ സിസ്റ്റേഴ്സ് ലിവ് ഇൻ ദുബായ്. ഓക്കെ, അപ്പോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും മറ്റേ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും അല്ലെ? ഒരു സെന്റൻസിൽ അങ്ങനെയാണോ കോൺവേർഡ് എന്ന് പറയാ? അല്ല അല്ല, അതൊരു ബേസിക് ആണ്. നമ്മൾ ബേസിക് ലെവലിൽ നമ്മൾ പഠിക്കുന്ന ടെൻസിലാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. കോൺവേർഡ് എന്ന് പറയുന്നത് കുറെ റൂൾസ് ഉണ്ട്. ഇപ്പോ നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിൽ 24 റൂൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോ നമ്മൾ പഠിച്ച പോലെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് വരണം എന്നൊക്കെ പറയുന്ന കുറെ റൂൾസ് നമ്മുടെ കോൺവേർഡിൽ പറയുന്നുണ്ട്. ഓക്കെ, ആ റൂൾസ് ആണ് ഇപ്പൊ നമുക്ക് പഠിക്കാൻ പോകുന്നത്. എല്ലാ റൂൾസും നമ്മൾ പഠിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഞാനിപ്പോ പറയുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് നമ്പേഴ്സ് തന്നിരുന്നു, ആ ഓർഡറിലായിരിക്കും പോവാം. Okay, the first one, okay.
The pronouns I, we, you, and they take a plural verb, while he, she, and it take a singular verb. അതായത് നമ്മളിപ്പോ പഠിച്ച കാര്യം സിംഗുലർ പ്ലൂറൽ വെർബിന്റെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആൻഡ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുക. ഐ ടേക്ക് ആണ്. ടേക്ക് ആണ് ഇവിടെ വെർബ് വരാം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വെർബ്. ടേക്ക് ആണ് വരാം. അപ്പൊ ഐ ടേക്ക് എന്നാ വരാം. ഇനി അത് ഹി ആണെങ്കിലോ, ഹി ആയിരുന്നെങ്കിൽ ടേക്സ് എന്ന് വരും. ടേക്സ് എന്ന് വരും. ഹി ടേക്സ് വരും. ഐ ആണെങ്കിൽ ടേക്ക് വരും. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച റൂൾ തന്നെയാണ് ഫസ്റ്റ് റൂള്. ഐ ടേക്ക് മാംഗോസ്, യു ടേക്ക് പപ്പായാസ്, ഹി ലൈക്സ് ടീ, ഇറ്റ് നീഡ്സ് റിപ്പയറിംഗ്, വി ലൈക്ക് ഗ്രേപ്സ്, ദേ ലൈക്ക് ഓറഞ്ച്, ഷി ലൈക്സ് ഡേറ്റ്സ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് റൂൾ എന്താണ്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ്. ഇതാണ് ഫസ്റ്റ് റൂൾ, റൂൾ നമ്പർ 1. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് റൂൾ നോക്കിയേ. The verb has several different forms. അതായത് ടീച്ചർ ഇതിന് കുറച്ചും കൂടി എക്സാമ്പിൾ പറഞ്ഞിട്ടോ. ഫസ്റ്റ് റൂൾ ആണോ? അതെ അതെ. ഫസ്റ്റ് റൂളിന് എക്സാമ്പിൾ ഇനി എന്താ? അവൻ എഴുതുന്നു. എങ്ങനെയാ പറയാ? അവൻ എഴുതുന്നു. He writes. റൈറ്റിംഗ് അല്ല കേട്ടോ, റൈറ്റ്സ്. He writes. സിംഗുലർ ആയതുകൊണ്ട് എസ് ഫോം വരും. യെസ്, ഇത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യാം. ടെൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ടെൻസ് പഠിക്കാതെ ഇതൊന്നും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഞാനിപ്പോ പറഞ്ഞ എഴുതുന്നു എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഈ റൂൾ പഠിക്കുന്നത് അല്ലെ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവൾ എഴുതുന്നു എന്നാണെങ്കിൽ ഹി റൈറ്റ്സ് എനിത്തിങ്, പിന്നെ ഒബ്ജക്റ്റ് ആണ് പോവാ അല്ലെ? ഇനിയിപ്പോ അവൾ ഡാൻസ് കളിക്കുന്നു എങ്ങനെ പറയാ? ഷീ ഈസ് വരുമോ? ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നു കളിക്കുന്നു? കളിക്കുന്നു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഷീ ഡാൻസസ് വരുള്ളൂ. ഷീ ഡാൻസസ് എന്ന് പറയണം. ഡാൻസ് എന്ന് പറയുന്നത് ഡാൻസസ്. അത് സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ടാണ് നമ്മളവിടെ ഡാൻസസ് എന്ന് യൂസ് ചെയ്തത്. ഞാൻ ഡാൻസ് കളിക്കുന്നു ആണെങ്കിൽ ഐ ഡാൻസ് എന്ന് പറയണം. ഷീ ഡാൻസസ് എന്ന് പറയുമ്പോ എന്തോ പോലെ അല്ലേ? എന്തോ പോലെ നമുക്കതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഉണ്ടാവും ഒരു വേർഡ് കേൾക്കുമ്പോ. അതെ, പക്ഷെ അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഐ ഡാൻസ് എന്ന് പറയുമ്പോഴും അങ്ങനെ തോന്നുന്നുണ്ട്. ഐ ഡാൻസ്, യു ഡാൻസ് വെൽ എന്ന് പറയാറില്ലേ? അതൊക്കെ ഐ ഡാൻസ്. അത് പറഞ്ഞല്ലോ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയാ. ഇനിയിപ്പോ കളിച്ചോണ്ടിരിക്കുകയാണ്, ഐ ആം ഡാൻസിങ് എന്ന് പറയാം. ഐ ആം ഡാൻസിങ് ഇങ്ങനെ നമ്മൾ പറയാം, ഐ ആം ഡാൻസിങ്. അല്ലെങ്കിൽ ഞാൻ കളിച്ചു എന്നാണെങ്കിൽ ഐ ഡാൻസ്ഡ് എന്ന് പറയണം. ഇനിയിപ്പോ പാട്ട് പാടുന്നു എന്നാണെങ്കിലോ, ഞാൻ പാടുന്നു എന്നാണെങ്കിൽ ഐ സിങ്സ്. ഐ സിങ്. അവളാണെങ്കിൽ ഷീ സിങ്സ് ആണ്, ഷീ സിങ്സ്. ഓക്കെ, ഇനി അപ്പോ ഇതാണ് കേട്ടോ ഫസ്റ്റ് റൂൾ. ഇതാണ് ഇതെങ്ങനെ ക്വസ്റ്റ്യൻ വരാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓരോ റൂൾസ് നിങ്ങൾ എഴുതി നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് റൂൾ. ഇനി സെക്കൻഡ് റൂൾ ഏതാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, ഇപ്പോൾ ഓക്സിലറീസോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി സെക്കൻഡ് റൂളിൽ ഓക്സിലറി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാം. ഓക്കെ, ഇപ്പൊ ഐയുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഈസ്. മാറിപ്പോയി ടീച്ചർ. ഐയുടെ കൂടെ ആം. ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഈസ്. ഓക്കെ, യു, വി, ദേ ആർ. ഇതൊക്കെ എന്താണ്? പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിലോ, ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഐ, ഹി, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ വാസ് ആണ്. യു, വി, ദേ വേർ ആണ്. ഇതാണ് ഓക്സിലറി. ഓക്കെ, അപ്പോ സിംഗുലർ സബ്ജക്റ്റിന് കൂടെ നമ്മൾ സിംഗുലർ ഓക്സിലറീസും പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ നമ്മൾ പ്ലൂറൽ ഓക്സിലറിയും ആണ് യൂസ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ റൂള്.
മനസ്സിലായോ? ഐ ആം എ ലോയർ. ഐയുടെ കൂടെ ആം ആണ് യൂസ് ചെയ്തത്. ഷീ ആണെങ്കിൽ ഷീസ് ലോയർ എന്ന് പറയാം അല്ലെ. ഷീ ഒരു സെന്റൻസ് എഴുതട്ടെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ ഓക്സിലറിയോ? അതെ. അപ്പൊ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് എഴുതും. ഈ ഷീറ്റ് ആണ് സിംഗുലർ സബ്ജക്ട്. അതിന്റെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നു. ഐയുടെ കൂടെ നമ്മൾ ആം മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പ്രസന്റില് ഐയുടെ കൂടെ ആം ആണ് യൂസ് ചെയ്യാം. ഇനി യു വി ദേയുടെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ ആർ ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് പ്രസന്റ് ടെൻസിലെ കാര്യമാണ്. ഈസ് ആം ആർ വരുന്നത് പ്രസന്റ് ടെൻസിലാണ്. പ്രസന്റ് ടെൻസ് ഓക്സിലറീസ് ആണ് എന്ത് ഈസ് ആം ആർ. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ ഐ, ഷീ, ഹി, ഇറ്റ്. ഇതിന്റെ കൂടെ ഒക്കെ നമ്മള് വാസ് ആണ് യൂസ് ചെയ്യാം. വാസ്. ഐ, ഹി, ഷീ, ഇറ്റ്. ഐ വാസ്, ഷീ വാസ്, ഹി വാസ്, ഇറ്റ് വാസ് അല്ലെ. അപ്പോ അത് പാസ്റ്റ് ടെൻസിലാണ് അങ്ങനെ യൂസ് ചെയ്യാം. ഇനി യു വി ദേയുടെ കൂടെ നമ്മൾ വെയർ യൂസ് ചെയ്യുന്നു. വെയർ. യു വെയർ, വി വെയർ, ദേ വെയർ. എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാ ശരിക്കും? വേർന്നാണോ അതോ വേർന്നാണോ? വേറാണ്, വേറാണ്. They were playing, they were dancing. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയോ? ഓക്സിലറീസ് എവിടേക്കാണ് വരാ? എഴുതിയാലോ? യെസ്. അപ്പോ എന്താണ് ഇതില്? നമ്മള് ഞാൻ കളിക്കുകയാണ് എന്നാണെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഞാൻ കളിക്കുകയാണ് എന്താ ഇങ്ങനെ പറയും? ഐ പ്ലേ ക്രിക്കറ്റ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. നമ്മള് മലയാളം പല സ്ഥലങ്ങളിൽ പല രീതിയിലാ പറയാട്ടോ. ഞാനൊക്കെ ഇപ്പൊ പറയുന്നത് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാട്ടോ. കളിക്കുകയാണ്. വ്യത്യാസമുണ്ടേ. മലയാളം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് സെയിം ആണെങ്കിലും മലയാളം വ്യത്യാസം ഉണ്ട് പറയുന്നത്. ദെൻ അവള് പഠിപ്പിക്കുകയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെ പറയാം? ഷീസ് ടീച്ചിങ്. യെസ്. ഇനി ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. We are going to friend house. Yeah, we are going to friend's house. Okay. Then ഇനി ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. We are playing cricket. No. We were playing cricket. We were playing cricket. Yeah, we were playing cricket. ഞാൻ ഡാൻസ് കളിക്കുകയായിരുന്നു. I was dancing. I was dancing. Okay. ഇതാണ് സെക്കൻഡ് റൂൾ. ഇവിടെ നമ്മൾ ബേസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഫോക്കസ് ചെയ്യുന്ന ഓക്സിലറീസിനെയാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് റൂൾ. ഓക്കെ, അതില് ഫ്യൂച്ചർ വരില്ലേ? ഫ്യൂച്ചർ ഇല്ല. നല്ല കാര്യം. അല്ല, ഇല്ലല്ലോ അല്ലെ അങ്ങനെ. കാരണം ഫ്യൂച്ചറിൽ ഓക്സിലറി ഇല്ലല്ലോ. എല്ലാത്തിനും നമ്മൾ വില്ലല്ലേ യൂസ് ചെയ്യാം. ശരിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് റൂൾ നമ്പർ സെക്കൻഡ് റൂൾ ഇതാണ് കേട്ടോ. റൂൾ നമ്പർ 2. Then the third rule, the verb is plural when two singular subjects are joined and അതായത് ഇപ്പോ രണ്ട് സിംഗുലർ സബ്ജക്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആൻഡ് വെച്ച് നമ്മൾ പറയില്ലേ. അപ്പോ മീര ആൻഡ് സാം, അതിനുശേഷം ഏത് ഓക്സിലറി നമ്മൾ യൂസ് ചെയ്യും? ആറാണ് യൂസ് ചെയ്യാം. നമ്മൾ രണ്ടുപേരാണെങ്കിൽ നമ്മൾ അത് പ്ലൂറലായിട്ട് കാണണം. ഓക്കെ, ഞാനും അവനും അല്ലെ, മീരയും സാമും എന്ന് പറയുമ്പോൾ രണ്ടുപേരാണ്, പ്ലൂറലാണ്. അപ്പൊ 6 യൂസ് ചെയ്യണം.
അപ്പൊ ശരത് ആൻഡ് സനീത് ആർ മൈ ഫ്രണ്ട്സ്. മൈ വൈഫ് ആൻഡ് ഹർ ബ്രദർ live in Karnataka. കണ്ടോ? മൈ വൈഫ് ആൻഡ് ഹർ ബ്രദർ live in Karnataka. അതായത് ആൻഡ് വരുമ്പോ മൂന്നാമത്തെ റൂൾ എങ്ങനെയാണ്? വെർബ് മൂന്നാമത്തെ റൂള് രണ്ട് സിംഗുലർ സബ്ജക്റ്റ് വരാണെങ്കിൽ, രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് പ്ലൂറൽ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആൻഡ് വെച്ചിട്ട് പറയില്ലേ, രണ്ട് വ്യക്തികളാകാം, രണ്ട് തിങ്സ് ആകാം, രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ്സ് ഓർ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമ്മളത് ഒന്നാക്കി അത് പ്ലൂറലാക്കി പറയാം. മനസ്സിലായോ? ഒന്നാക്കിയത് രണ്ടും രണ്ടായിട്ട് പ്ലൂറലാക്കി വേണം പറയാനായിട്ട്. The cat and dog are domestic animals. The cat and dog രണ്ടാണ് അല്ലെ, അത് പ്ലൂറലാക്കാം. മനസ്സിലായോ? കാറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സിംഗുലർ നെയിം ആണ്, ഡോഗ് എന്ന് പറയുമ്പോൾ അത് വേറൊരു സിംഗുലർ ആണ്. ഇത് രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് അല്ലെ. അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഇത് പ്ലൂറലാവും. രണ്ട് സിംഗുലർ നൗൺ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് പ്ലൂറലായിട്ട് മാറും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി പ്ലൂറൽ ഓക്സിലറി ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോ അവിടെ ഓക്സിലറി വരാം, ചിലപ്പോൾ വെർബും വരാട്ടോ. ഇപ്പൊ മൈ വൈഫ് ആൻഡ് ഹർ ബ്രദർ, അവിടെ ഓക്സിലറി ഒന്നും ഇല്ല, വെർബാണ് വന്നിരിക്കുന്നത്, ലീവാണ്. നമുക്ക് ഇറ്റ്സ് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം അത് പ്ലൂറലാണ്. ഓൾറെഡി അത് പ്ലൂറലാണ്, രണ്ടുപേരുണ്ട്, അത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ലീവ് പറഞ്ഞു. ക്ലിയർ? ഓക്സിലറി യൂസ് ചെയ്യാത്ത സന്ദർഭവും വരുന്ന ഓക്സിലറി ഇല്ലാത്ത സാഹചര്യങ്ങൾ വരില്ലേ, വെർബ് വരുമല്ലോ. ഇപ്പോ ദ കാറ്റ് ആൻഡ് ഡോഗ് ഫൈറ്റ് ടുഗദർ. നമ്മൾ എന്താ ഫൈറ്റ്സ് എന്ന് പറയണോ അല്ലെങ്കിൽ ഫൈറ്റ് പറയണോ? ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. അതെ, അത് രണ്ട് പ്ലൂറലാണ്. അപ്പൊ പ്ലൂറൽ വെർബാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ട് സിംഗുലർ നൗൺ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പ്ലൂറൽ നൗൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലൂറൽ ഓക്സിലറിയും അല്ലെങ്കിൽ പ്ലൂറൽ വെർബും ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായി? എല്ലാ സന്ദർഭത്തിലും ഈ ഓക്സിലറി വരണമെന്നില്ല, ചില സന്ദർഭത്തില് വെർബും വരാം അല്ലെ. ഓക്കെ, അതിൽ തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം, രണ്ട് നൗണും കൂടെ ചേർന്ന് കിട്ടുന്ന ഒരു ഐഡിയ ആണെങ്കിൽ, മനസ്സിലായോ? നമ്മൾ പറയുമ്പോ രണ്ട് നൗൺ ആണ്, പക്ഷെ നമുക്ക് കിട്ടുന്നത് ഒരു ഐഡിയ ആണെങ്കിൽ അത് സിംഗുലർ നൗൺ ആയിട്ട് കണക്കാക്കേണ്ടി വരും. അതിനൊരു എക്സാമ്പിൾ പറയാമോ? ബ്രെഡ് ആൻഡ് ബട്ടർ അല്ലേ? കാറ്റും വൈറ്റ് കാറ്റും അപ്പൊ രണ്ടും ഒന്നല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ബ്രെഡ് ആൻഡ് ബട്ടർ, ഇത് രണ്ടും രണ്ടാണെങ്കിലും കിട്ടുന്ന ഐഡിയ ഒന്നാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ടേസ്റ്റി ഫുഡ്. അപ്പൊ നമ്മളവിടെ യൂസ് ചെയ്ത് ഈസ് ആണ്. ഒരിക്കലും ഇപ്പൊ ക്വസ്റ്റ്യൻ വരാം, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ടേസ്റ്റി ഫുഡ്, എന്നിട്ട് 4 ഓപ്ഷൻസ് വരും, വാസ്, ഈസ്, ആർ, വേർ. ഏത് യൂസ് ചെയ്യും? പെട്ടെന്ന് ആറ് യൂസ് ചെയ്യില്ലേ? പക്ഷെ ഈസ് ആണ് വരിക. അതാണ് 6 യൂസ് ചെയ്യും നമ്മൾ, പക്ഷെ എന്താണ് ഈസ് ആണ് വരാ. അപ്പൊ ചിന്തിക്കണം, ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ്, നമുക്ക് കിട്ടുന്ന ഒരൊറ്റ ഐഡിയ ആണ്. അതുപോലെ ബ്രെഡ് ആൻഡ് ജാം, മനസ്സിലായോ? രണ്ടും രണ്ടാണെങ്കിലും കിട്ടുന്ന ഐഡിയ ഒന്നാണ്. ആ ടൈമിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അതാണ് കോൺകേർഡ്. മനസ്സിലായോ? ഇതാണ് 3 റൂൾസ് ഉണ്ട്. അതിന് ടീച്ചറല്ലേ എക്സാം ഇടുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ഉള്ളതൊന്നും ഇടാണ്ടിരുന്നാ മതി, പ്രശ്നം തീർന്നില്ലേ? ബ്രെഡ് ആൻഡ് ബട്ടർ വരും കേട്ടോ, ബ്രെഡ് ആൻഡ് ബട്ടർ പൊതുവെ വരാറുള്ളതാണ്. അതുപോലെ ഇതെങ്ങനെയാണ് ആ സെന്റൻസ് എന്ന് പറയാം ടീച്ചറെ? ഇത് രണ്ടും ഒരേ മീനിങ് വരികയാണെങ്കിലാ എന്താ പറഞ്ഞത്? കിട്ടുന്ന ഐഡിയ ഒന്നാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്രെഡും ബട്ടറും കൂട്ടി കഴിക്കുന്ന നല്ല ടേസ്റ്റ് അല്ലേ, അവിടെ അത് കിട്ടിയില്ല നമുക്ക്, അത് ചിന്തിക്കുക. അപ്പൊ ഈ കപ്പ് സോസ് അതൊക്കെ പറ്റുമല്ലോ അല്ലേ? കപ്പ് ആൻഡ് സോസ്. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, അത് ഒറ്റ ഐഡിയ അല്ലേ? അതെ. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ് ആണ് പറയണെങ്കിലോ അത് ഒരൊറ്റ ഐഡിയ ആണ്. അല്ലാതെ ദ ബ്ലാക്ക് ആൻഡ് ദ വൈറ്റ് കാറ്റ് എന്നാണെങ്കിൽ രണ്ടും രണ്ടാണ്. മനസ്സിലായോ? മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ്, അല്ലെങ്കിൽ ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ് എന്ന് പറയുന്നത് ഒന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റ് ഒരു കാറ്റ് അല്ലേ, സിംഗുലർ അല്ലേ അത്? അതൊന്നാണ്. ഇനിയിപ്പോ ദ ബ്ലാക്ക്
cat and the white cat. അപ്പൊ 2 ക്യാറ്റ് ഉണ്ടാവും. അപ്പൊ 2 ഗേറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആലോചിക്കണം. അപ്പൊ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അത് ഈ അവിടെ ഈസ് ചേർത്തേണ്ടി വരും അല്ലെ? അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ സെൻസ് യൂസ് ചെയ്ത് നമ്മൾ അപ്പൊ ആലോചിക്കണം. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് ഇടുന്ന ഉറപ്പാണ് അല്ലേ? എന്താ ടീച്ചറെ സന്തോഷം. ഇതിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ബ്രെഡ് ആൻഡ് ബട്ടർ വരുന്നുണ്ട് അങ്ങനെ. അത് മെയിൻ ക്വസ്റ്റ്യൻ ആണ് ബ്രെഡ് ആൻഡ് ബട്ടർ. പക്ഷെ ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഇല്ല. കണ്ടോ, അതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഈസ് മിസ്സിംഗ് ഫ്രം ഹേർ. കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് 2 ഒരൊറ്റ ഐഡിയ കിട്ടാം. അതമയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്നാണ് പറയുന്നെങ്കിൽ ഓക്കെ 2 ആണ്. 2 സ്ഥലത്തും ആർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ 2 ആണ് കേട്ടോ. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്യാറ്റ്, 2ലും ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, എ വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്കും ഒരു വൈറ്റ് ക്യാറ്റും എന്ന് പറയുമ്പോ എന്താണ്? 2 ക്യാറ്റ് ആണ്. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ, മനസ്സിലായി. ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷർ, 2 ആണ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ അങ്ങനെ വന്നാലും നമ്മളവിടെ അതെന്താണ്? മനസ്സിലായി? ഏകദേശം ഐഡിയ കിട്ടിയാലോ ഇപ്പൊ? അപ്പൊ ആർട്ടിക്കിള് വരുന്നുണ്ടെങ്കിൽ അത് 2 അതായത് 6 വരും അവിടെ, അല്ലെങ്കിൽ വരില്ല, ഈസ് വരും. എക്സാമിന് നിങ്ങൾ പേടിക്കണ്ട. എക്സാമിന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രാൻഡി ആൻഡ് സോഡ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ മാത്രം വരുള്ളൂ, കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി. ബാക്കിയൊക്കെ സിമ്പിൾ ആയി. ബ്രെഡ് ആൻഡ് ബട്ടർ തന്നെ ഇട്ടാ മതി ടീച്ചർ. ആലോചിക്കട്ടെ ഞാൻ. പിന്നെ മോഡലിലും ബ്രെഡ് ആൻഡ് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ മെയിൻ എങ്ങനെയാണ്? മെയിൻ ചിലപ്പോൾ ഇടാൻ പറ്റില്ല. അവിടെ ബട്ടറിന് പകരം ജാമാക്കി കൊടുക്കാം. ലോക്ക് ആൻഡ് കീ ഉണ്ടല്ലോ, ലോക്ക് ആൻഡ് കീ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ഇടണം എന്ന് ടീച്ചർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. എളുപ്പമായില്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് റൂൾ നമ്പർ 3. ടീച്ചർ, അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഹാസ് കം ടു സീ ദ ടീച്ചേഴ്സ്, അതൊന്ന് പറയൂ. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ. മൈ അങ്കിൾ ആൻഡ് മൈ അങ്കിളും ഗാർഡിയനും ഒന്നാണ് അല്ലേ? അതുകൊണ്ടാണ് അവിടെ 2 ആണ്. അതുകൊണ്ടല്ലേ അവിടെ ഹാവ് വന്നേ. ഇവിടെ 1 person എഴുതിയിരിക്കണ. ഓ, മുകളിലാണല്ലേ? ഓക്കെ, അത് ഞാൻ പറഞ്ഞത്. താഴെ വേറെ ഉണ്ട്. അതായത് മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, എന്റെ അങ്കിളും ഗാർഡിയനും. മൈ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, അപ്പൊ 1 ആയി. മനസ്സിലായോ? മൈ അങ്കിള് അങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്കെ ആൾ തന്നെയാണ് ഗാർഡിയനും അല്ലേ? അതായത് അല്ലേ? മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുമ്പോ അത് സിംഗുലർ ആണ്, ഒറ്റയാണ്. ഒരു സബ്ജക്റ്റ് മാത്രം. എന്റെ അങ്കിളും ഗാർഡിയനും ഒറ്റയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുന്നു, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ. മൈ 2 സ്ഥലത്ത് യൂസ് ചെയ്താൽ അത് പ്ലൂരലും, ഒറ്റ സ്ഥലത്ത് മൈ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സിംഗുലറും ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു എക്സാമ്പിൾ. പറയോ, ഒരു സ്ഥലത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്നാണ് പറഞ്ഞെങ്കിൽ അപ്പൊ അവിടെ എങ്ങനെ മലയാളത്തിൽ മീനിങ് വരിക? മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്തിനുള്ളത്? മലയാളം നോക്കണ്ട കേട്ടോ. കോൺകട്ടിൽ മലയാളം നോക്കല്ലേ, തെറ്റിപ്പോ. അല്ല, മൈ അങ്കിൾ എന്റെ അങ്കിളും പിന്നെ എന്റെ ഗാർഡിയനും, അപ്പൊ 2 ആളിനെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ 2 person ഉണ്ടാവും. പക്ഷെ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഇത് 2 പേരും ഒരാളാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയണത് അല്ലേ? കോൺകട്ടിന്റെ റൂൾ അങ്ങനെയാണ് കേട്ടോ. അതിൽ നമ്മൾ മലയാളം നോക്കിക്കഴിഞ്ഞാല് തെറ്റിപ്പോകും നമുക്ക്. അപ്പൊ ഈ റൂൾ അനുസരിച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു 2 ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് വരും? പ്ലൂറലായിട്ട് വരും. ഒറ്റ ആർട്ടിക്കിൾ മാത്രമാണ്, ഒറ്റ ആർട്ടിക്കിൾ വെച്ചിട്ട് 2 ഇത് പറയുകയാണെങ്കിൽ അത് സിംഗുലർ ആയിട്ട് വരും. അതുപോലെ തന്നെയാണ് സബ്ജക്ട്. എന്റെ അങ്കിളും ഗാർഡിയനും എന്ന് പറയുമ്പോൾ അത് സിംഗുലറും, എന്റെ അങ്കിളും എന്റെ ഗാർഡിയനും എന്ന് പറയുമ്പോൾ അത് പ്ലൂറലുമായിട്ട് മാറും. മനസ്സിലായോ? എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന് പറയുന്നതും എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് എന്ന് പറയുന്നതും 2 ആണ്.
ഒരു സ്ഥലത്താണ് ആർട്ടിക്കിൾ വന്നത് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അത് സിംഗുലറും എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറലും ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ കാര്യത്തിലും. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുന്നത് സിംഗുലറും മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയുന്നത് പ്ലൂറലും ആണ്. ഓക്കെ, ഇപ്പോ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് ചോദിച്ചാൽ ഡാഷ് വരും. ചിലപ്പോ അവിടെ സിംഗുലർ ആയിരിക്കാം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ വെർബ് ആണ് തന്നിരിക്കുന്നെങ്കിൽ ഒരു പ്ലൂറൽ വെർബ് ആഡ് ചെയ്യാം. ഇനി ഓക്സിലറി ആണ് തന്നിരിക്കുന്നെങ്കിൽ ഒരു സിംഗുലർ ഓക്സിലറി അവിടെ ആഡ് ചെയ്യാം. നോക്കിയിട്ട് മനസ്സിലായോ? ആദ്യം നിങ്ങൾക്ക് അത് മനസ്സിലാവണം. ഇവിടെ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് കാണുമ്പോൾ ഓക്കെ വരുന്നത് എന്താണ്? സിംഗുലർ ഓക്സിലറിയോ സിംഗുലർ വെർബോ ആയിരിക്കും. എന്നിട്ട് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷനിൽ അങ്ങനെ എന്തെങ്കിലും സിംഗുലർ വെർബോ സിംഗുലർ മൊഡാലോ അല്ലെങ്കിൽ ഓക്സിലറിയോ ഉണ്ടെങ്കിൽ അതങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ആൻസർ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഏതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് നമ്മള് എന്താ പറയാ അറിയാത്ത സമയത്ത് ചെയ്യാ. വായിച്ചു നോക്കും അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് അറിയുള്ളൂ. അത് ശരി, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അത് ഏതാണ് മാച്ചിങ് ആയിട്ട് കൂടുതൽ തോന്നുന്നത് അത് കറക്കി കുത്തിയിടും. ചില സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പഠിക്കാത്ത ടൈമില്. അത് ഞാനും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയാത്തോണ്ടാണ്. ശരിയാവും ചെയ്യും ചിലപ്പോ. പക്ഷെ അത് ശരിയാവില്ല, അങ്ങനെ ചെയ്യുമ്പോൾ ശരിയാവും. പക്ഷെ കോൺഗഡിൽ ശരിയാവാൻ ഒരു ചാൻസ് ഇല്ല കേട്ടോ. കോൺഗഡ് വേറെയാണേ. ഇത് പഠിച്ചു വെക്കാം. ഈ കോൺഗേഡിന് ശരിക്കും എത്ര റൂൾസ് ഉള്ളത്? കുറെ റൂൾസ് ഉണ്ടോ? 24 റൂൾസ് ഉണ്ട്. അല്ലോ, ഇതിലാണ് ടീച്ചർ അന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞത് അല്ലേ? ഇന്നലെ സോറി. അത് കുറച്ചുകൂടി ഞാൻ കുറയ്ക്കേണ്ടി വരും എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോ. ഞാൻ നോക്കട്ടെ, പറഞ്ഞുതരാം. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഇട്ടാൽ മതി, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഇല്ല, ഇത് മൂന്നും കുറച്ച് ഇമ്പോർട്ടന്റ് അല്ലേ? ഇതിന് ബ്രെഡ് ആൻഡ് ബട്ടർ അതിന് വരും. അതൊക്കെ അത് മൂന്നാമത്തെ വരാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരു ആസ്വല്ലാതുണ്ട്, ഞാൻ പറയാം. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എക്സാമിനില്ലേ ഫസ്റ്റ് എല്ലാ ചാപ്റ്ററിനും കൂടി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പറഞ്ഞുതരും. ഏതൊക്കെ പോർഷൻ എന്നാണ് വരിക എന്നുള്ളത്. അപ്പൊ ആ ഭാഗം കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിച്ചോടുകൂടി നോക്കാലോ. പറഞ്ഞുതരാം. ഇനി റൂൾ നമ്പർ 4. റൂൾ നമ്പർ 4 either or either or neither nor എന്നൊക്കെ വരും. അതായത് സുനിത ഓർ ഹർ സിസ്റ്റർ. സുനിത അല്ലെങ്കിൽ അവളുടെ സിസ്റ്റർ. അപ്പൊ എന്താണ്? ഒരാളല്ലേ, ആരെങ്കിലും ഒരാൾ എന്നുള്ള രീതിക്ക്. അപ്പൊ അറിയാലോ എന്തായിരിക്കും അവിടെ വരാം? ഒരാളാണ്, സിംഗുലർ. അതെ, സിംഗുലർ ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ വ്യത്യാസം. നാലാമത്തെ റൂള് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കും. നാലാമത്തെ റൂള് സുനിത ഓർ ഹർ സിസ്റ്റർ. ഇങ്ങനെ വരുമ്പോ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. ഓക്കെ, രണ്ട് നൗൺ തന്നിട്ടുണ്ടാകും അല്ലെ, രണ്ടാൾക്കാരുടെ പേരോ അല്ലെങ്കിൽ തന്നിട്ടുണ്ടാകും. അതിൽ സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് വൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ തന്നേക്കണം നോക്കിയിട്ട് വേണം നമ്മള് അത് ഓക്സിലറിയും വെർബും സിംഗുലർ വേണോ പ്ലൂറൽ വേണോ എന്ന് ഡിസൈഡ് ചെയ്യാം. അതായത് സുനിത ഓർ ഹർ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോ സെക്കൻഡ് സബ്ജക്ട് ഏതാണ്? രണ്ട് സിസ്റ്റർമാരുണ്ട്. അല്ല, സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോ പ്ലൂറൽ അല്ലേ? സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആണ്. അപ്പൊ ഓക്സിലറി എന്തായിരിക്കണം? പ്ലൂറൽ ആവണ്ടേ? പ്ലൂറൽ. ഓക്കെ, അപ്പൊ നോക്കി, സുനിത ഓർ ഹർ സിസ്റ്റേഴ്സ് ക്ലീൻ. ക്ലീൻ എന്നാ വന്നേ, കാരണം എന്താണ്? പ്ലൂറൽ ആണ്. ക്ലീൻ ദ റൂം എവറി വീക്ക്. ഇനി നെക്സ്റ്റ്, the boys or the girl. The boys or the girl എന്നാണെങ്കിൽ ആറ് വരും. ആരെങ്കിലും ഒരാൾ എന്നുള്ളത് അർത്ഥമല്ലേ? The boys or the girls എന്നല്ലേ വന്നത്? രണ്ടും വെവ്വേറായിട്ടല്ലേ പറഞ്ഞത്?
ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. പ്രത്യേകം ഞാൻ പറയുന്ന കാര്യമാണ്. ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾ തെറ്റിക്കും, ഷുവർ ആണ്. ഇവിടെ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയേ, ദ ബോയ്സ് ആൻഡ് ദ ഗേൾ. ഓക്കെ, ഇതിന് ശേഷം ഒരു ഡാഷ് വരും. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഞാൻ വേണമെങ്കിൽ തരാം. മൂന്ന് ഓപ്ഷൻ മതി തൽക്കാലം. ദ ബോയ്സ് ആൻഡ് ദ ഗേൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈസ് ആർ വെയർ ഡാഷ് പറയൂ. ആറല്ലേ വരിക? അയ്യോ, സെക്കൻഡ് സബ്ജക്ട് ഗേൾ എന്നല്ലേ? അല്ല ടീച്ചർ, ഈസ് അല്ലേ? സെക്കൻഡ് സബ്ജക്ട് ഒന്നല്ലേ ഉള്ളൂ, ഗേൾ എന്നല്ലേ? അപ്പൊ ഈസ് എന്നല്ലേ വരിക? അതാണ് കേട്ടോ. സെക്കൻഡ് സബ്ജക്റ്റ് ആണ് നമ്മളോട് നോക്കേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് സബ്ജക്ട് പ്ലൂറിലാണ്, അത് വിട്ടേക്കോ, നോക്കാൻ പാടില്ല. ഇവിടെ റൂൾ നമ്പർ 4 നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്ട് പ്ലൂറിലാണോ സിംഗുലർ ആണോ നോക്കുക. ഇവിടെ സെക്കൻഡ് സബ്ജക്ട് ദ ഗേൾ മാത്രമേ ഉള്ളൂ. അപ്പൊ വരണത് ഈസ് ആയിരിക്കണം. ക്ലിയർ? The boy or the girls ആണെങ്കിൽ 6 വരും. 6 വരും. 6 വരും. അത്രേ ഉള്ളൂ. ഇതാണ് റൂൾ നമ്പർ 4. അപ്പൊ സെക്കൻഡ് സബ്ജക്ട് മാത്രം നോക്കുക റൂൾ നമ്പർ 4. യെസ്, അത് എവിടെയെങ്കിലും എഴുതി വെച്ചോ. പക്ഷെ നേരത്തെ അതാ തെറ്റിപ്പോയത്. ഫസ്റ്റും സെക്കൻഡും നോക്കി. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളോട്, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കരുത്, തെറ്റാകും. ഇവിടെ റൂൾസ് ആണ്, ഓരോ റൂൾസ് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്താൽ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഫോർത്ത് റൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് വരുന്ന സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക, അതല്ലേ ഉള്ളൂ. അതിന്റെ ഓക്സിലറി ഇല്ലേ, സിംഗുലർ ആണെങ്കിൽ ഈസ് കൊടുക്കുക, മറ്റേ പ്ലൂറൽ ആണെങ്കിൽ ആറ്, അങ്ങനെ അല്ലേ? പാസ്റ്റിലും വരില്ലേ ഇത്? പാസ്റ്റ് വരില്ലേ? പാസ്റ്റ് അല്ല, പ്രസന്റ് ആയിരുന്നു പോലെ. പക്ഷെ ഇവിടെ വെർബ് ആണെങ്കിലും ശ്രദ്ധിക്കണം, പ്ലൂറലും സിംഗുലർ വെർബും അറിയണം. ഇനിയിപ്പോ ഐദർ നൈദർ, ഇവിടെ ഈ റൂൾ നമ്പർ 4 ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കോളൂ കേട്ടോ. ഐദർ മാംഗോസ് ഓർ ഓറഞ്ചസ് ഡാഷ് ഡിമാൻഡഡ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് സബ്ജക്ട് നോക്കാം. ഐദർ നൈദർ ഏത് വന്നാലും വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നോക്കേണ്ട എന്താണ്? സെക്കൻഡ് സബ്ജക്ട്. ഐദർ നൈദറിനെ നോക്കണ്ട, സെക്കൻഡ് സബ്ജക്ട് മാത്രം നോക്കുക. ഫോർത്ത് റൂള്. പക്ഷെ ഈ ഫോർത്ത് റൂൾ ആണോ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അത് ചോദിക്കാൻ വരെയായിരുന്നു, ഇടക്ക് മറ്റേതുണ്ടല്ലോ. ഐദർ നൈദർ ഒക്കെ ഉണ്ടാന്ന് നോക്കാം. അപ്പൊ റൂൾ നമ്പർ 4 ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഐദർ നൈദർ ഉണ്ടെങ്കിൽ അത് റൂൾ നമ്പർ 4 ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് സബ്ജക്ട് നോക്കിയാൽ മാത്രം മതി. ഇതാണ് ട്രിക്കി. ഈ ട്രിക്കി വേരുടെ പഠിച്ചാൽ മതി, എളുപ്പമാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ neither the teacher nor the students വന്നിരിക്കുന്നത് ഏതാണ്? സ്റ്റുഡൻസ് നല്ല. അപ്പൊ ഇത് ഈ ഹാസ് ഹാവ് ഒക്കെ വരാട്ടോ. ഹാസ് ഹാവും വന്നാല് ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറൽ ആണ്. ഓപ്ഷനിൽ ഏതാണ് തന്നിരിക്കുന്നത് അത് വെച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഈസ് ആറൊക്കെ ആണെങ്കിൽ ഇവിടെ 6 ചേർക്കാം. ഹാസ് ഹാവ് ഹാഡ് ഒക്കെയാണ് തന്നിരിക്കെങ്കിൽ ഹാവ് ഇവിടെ ആഡ് ചെയ്യാം. ഇനിയിപ്പോ വെർബ് ആണ്, ലിവ് ലിവ്സ് ലിവിങ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? ലിവ് എഴുതണം. എന്താണ് സിംഗുലർ ഒക്കെ അറിയോ? സിംഗുലർ വെർബ്, സിംഗുലർ ഓക്സിലറീസ് ഇതൊക്കെ അറിയോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? അറിയാം. ആണല്ലോ. എല്ലാം കൂടി ആവുമ്പോ അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വരും, അതൊക്കെ ശരിയാവും.
ഇത് പ്രസന്റ് ടെൻസ് ചോദിക്കോളൂ കേട്ടോ, പാസ്റ്റിലേക്ക് ഒന്നും പോകില്ല. അപ്പൊ നമുക്ക് നോക്കേണ്ടത് റൂൾ നമ്പർ 4 നൈദർ ഐദർ ഒക്കെ വന്നാൽ അത് റൂൾ നമ്പർ 4 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. ഇനി സപ്പോസ് അത് സിംഗുലർ ആണെങ്കിൽ ഓപ്ഷനില് ഈസ്, ഹാസ്, ഇനി വെർബ് ആണെങ്കിൽ ലിവ്സ് ഒക്കെ ആണെങ്കിൽ അത് എഴുതാം. ഇനി അത് പ്ലൂറൽ ആണെങ്കിൽ ആർ, ഹാവ്, ലിവ് ഒക്കെ ആണെങ്കിൽ അത് എഴുതാം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അവിടെ പ്രസന്റ് ടെൻസ് മാത്രമേ വരുള്ളൂ. പ്രസന്റ് ടെൻസ് മാത്രമേ വരൂ. ഇതാണ് റൂൾ നമ്പർ 4. ഇനി റൂൾ നമ്പർ 5ലേക്ക് പോവാം. ഓക്കെ. As well as, rather than, along with, together ഇതൊക്കെ കണ്ടാല് റൂൾ നമ്പർ 5 ആണെന്ന് മനസ്സിലാക്കാം. ഇതിൽ as well as വരുള്ളൂ. ഓക്കെ, as well as മാത്രം ഞാൻ പറയുന്നുള്ളൂ. as well as നോക്ക്, as well as വരാണെങ്കിൽ റൂൾ നമ്പർ 5 ആണ്. അപ്പോ my brother as well as my sister എന്നാണ് വരുന്നെങ്കിൽ ഇവിടെ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. as well as വരാണെങ്കിൽ റൂൾ നമ്പർ 5 ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. അത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. my brothers as well as my sister, ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കിയത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ ഹാവ് ആഡ് ചെയ്തു. മനസ്സിലായോ? നൈദർ ഐദർ ഒക്കെയാണ് വരുന്നെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. ആസ് വെൽ ആസ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയോ? നൈദർ ഐദർ ഒക്കെ വരാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനാണ്. ഇനി ആസ് വെൽ ആസ്, റാദർ ദാൻ ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഇതാണ് റൂൾ നമ്പർ 5. എഴുതിയോ? ഇനി അടുത്ത റൂൾ ഏതാണ്? ഐ തിങ്ക് 7 ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലേ. 7 ആണ്. ഓക്കെ, 7 മെനി ആണ്. singular noun is preceded by many, we must use a singular verb. അതായത് മെനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സിംഗുലർ ആയിട്ട് കാണാം. മെനി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാലും സിംഗുലർ ആയിട്ട് കണ്ടാൽ മതി. മെനി വന്നാലും സിംഗുലർ ആണ്. മനസ്സിലായോ? മെനി എന്ന് പറയുമ്പോ ഒരുപാട് പേരുണ്ട് എന്നല്ല അർത്ഥം. പക്ഷെ നമ്മളത് സിംഗുലർ ആയിട്ട് കണക്കാക്കണം അല്ലെ? മലയാളം നോക്കണ്ട. ഓക്കെ, മലയാളം നോക്കിക്കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് മെനി വന്നാലും സിംഗുലർ ആയിട്ട് കാണാം. അതാണ് റൂൾ നമ്പർ 7. അത് മെനി സ്റ്റുഡൻസ് ആയിരിക്കാം. അതിനിപ്പോ മിസ്സേ, അപ്പൊ ഇവിടെ മെനി സ്റ്റുഡൻസ് പ്ലൂറൽ വെർബ് എന്നല്ലേ അത് ഞാൻ പറയാൻ പറ്റുന്നത് കേട്ടോ. മെനി സ്റ്റുഡന്റ് ആണെങ്കിൽ സിംഗുലറും മെനി സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലൂറൽ ആണ് യൂസ് ചെയ്യുക. അപ്പൊ നോക്കേണ്ട സബ്ജക്റ്റിനെ നോക്കാം. മെനി അവിടെ കിടന്നോട്ടെ, നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. സബ്ജക്റ്റിനെ മാത്രം നോക്കാം. അപ്പൊ സബ്ജക്ട് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ? ഇതിന് ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. ഓക്കെ, ഇതിന് ക്വസ്റ്റ്യൻ വരില്ല, പേടിക്കണ്ട. വരുന്നത് ആസ് വെൽ ആസും പിന്നെ മറ്റേ ബ്രെഡ് ആൻഡ് ബട്ടറും ആണ്. ഇതൊക്കെ പഠിക്കേണ്ടത്. ആസ് വെൽ ആസിന് കുറച്ചുകൂടി എക്സാമ്പിൾ പറഞ്ഞു തരുമോ? ആസ് വെൽ ആസിന് എക്സാമ്പിള് വേണോ? ആസ് വെൽ ആസ് വന്നാല് ഫസ്റ്റ് സബ്ജക്റ്റിനെ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ the student as well as the teachers dash. The student as well as the teachers dash. ബാക്കി ഞാൻ പറയുന്നില്ല. സ്റ്റുഡൻസ് എന്ന് വരുമ്പോ
അത് ഇതല്ലേ, പ്ലൂറൽ അല്ലേ? സ്റ്റുഡന്റ് എന്നാണോ പറഞ്ഞത്? സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ആസ് വെൽ ആസ് ടീച്ചേഴ്സ്. അപ്പൊ നോക്കിയിട്ട് ഫസ്റ്റ് As സബ്ജക്ട് അല്ലേ? അല്ലേ? ഹാസ് അല്ലേ വരിക? സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലെ? അപ്പൊ സിംഗുലർ നമ്മള് വെറുബോ ഓക്സിലറി ആയിരിക്കും വരാം. ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കാം. ആസ് വെൽ ആസ് വരുമ്പോ ഫസ്റ്റ് സബ്ജക്റ്റും, നൈദർ ഐദർ ഒക്കെ വരുമ്പോ സെക്കൻഡ് സബ്ജക്റ്റും ഇങ്ങനെ പഠിച്ചു വെക്കും. ഏറ്റവും എളുപ്പമാണ്. ഇനി മെനി വരുമ്പോ സബ്ജക്റ്റിനെ നോക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. ദാറ്റ്സ് ഓൾ. ഇനി റൂൾ നമ്പർ 9 ആണ് അല്ലെ? റൂൾ നമ്പർ 9. Rule number 9, one of each of, every of, either of, അതൊക്കെ plural noun ആണ്. അതായത് each of them prepares themselves for the examination. One of the teachers wants to leave the classroom. ഇതിന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. ആ ഒരു പേടി വേണ്ട നിങ്ങൾക്ക്. ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോ one of each of, every one of, either of, neither of ഒക്കെ വരാണെങ്കിൽ പ്ലൂറൽ നൗൺ ആയിരിക്കും വരാം. അത് സിംഗുലർ നൗണിലേക്കായിരിക്കും പോവാ കേട്ടോ. സിംഗുലർ എങ്ങനെയാ പറയാ, സിംഗുലർ ആയിരിക്കും വരാം. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ സിംഗുലർ ഓക്സിലറി ആയിരിക്കും വരാം. സിംഗുലർ ഓക്സിലറി അല്ലെങ്കിൽ സിംഗുലർ വേർബ് ആയിരിക്കും വരാം. ഓക്കെ. ഇനിയിപ്പോ ഈച്ച്, എവറി, ഐദർ, നൈദർ ആണ് വരുന്നെങ്കിൽ പ്ലൂറൽ ആയിരിക്കും വരാം. മനസ്സിലായോ? ഈച്ച് ഗേൾ വാക്സ് എന്നാ വരാ. ഈച്ച് ഗേൾ വാക്സ് ഹാർഡ്. എവറി സ്കൂൾ എന്ന് പറയുമ്പോ ഹാസ് ആണ് വരാം. ഇവിടെ പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ ഹാസ് ആണ് വരാ കേട്ടോ. കൺഫ്യൂസിങ് ആയില്ലേ ഇത്? കൺഫ്യൂഷൻ ആയി. ഇതിന് ക്വസ്റ്റ്യൻ വരില്ല. എന്നാലും അതായത് നിങ്ങൾ കീവേഡ്സ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ പറയുന്ന വൺ ഓഫ്, ഈച്ച് ഓഫ്, എവറി വൺ, ഐദർ ഓഫ് എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ട ഓക്സിലറി അല്ലെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇത്രയും കീവേഡ്സ് ചെയ്തിട്ട് പ്ലൂറൽ എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഈച്ച്, എവരി, ഐദർ, നൈദർ ഒക്കെ ആണെങ്കിൽ സിംഗുലർ എന്ന് കൊടുക്കാം. മനസ്സിലായോ? അത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇപ്പൊ വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി ഓഫ്, ഇതർ ഓഫ്, നെയ്തർ ഓഫ് എന്നല്ലേ? ഇത് ഏത് വന്നാലും സിംഗുലർ അല്ലേ? അതേത് വന്നാലും നൈദർ ഓഫ് ഒക്കെയാണ്. ഇത് നൈദർ ഓഫ് ആണെങ്കിൽ പ്ലൂറൽ ആണ് വരാ. വൺ ഓഫ്, ഈച്ച് ഓഫ്, എവറി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ് ആണെങ്കിൽ പ്ലൂറൽ ആയിട്ട് നമുക്ക് കാണാം. ഈച്ച്, എവറി, ഐദർ ആൻഡ് നൈദർ ആണ് വരുന്നെങ്കിൽ എന്ത്? സിംഗുലർ. ഓക്കെ. ഇനി 11th വൺ ആണ് കേട്ടോ. 11th വൺ എന്ന് പറയുന്നത് അലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് എന്നൊക്കെ പറയുന്ന കീവേഡ്സ് ആണെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായോ? എലോട്ട് ഓഫ് ബുക്സ്, എലോട്ട് ഓഫ് വന്നാൽ അതെന്താണ്? പ്ലൂറൽ ആണ്. ഒന്നുകൂടി ചോദിക്കട്ടെ ടീച്ചറെ, സോറി. ഇപ്പോ മുകളിൽ പറഞ്ഞില്ലേ വൺ ഓഫ്, ഈച്ച് ഓഫ് എന്ന്, അങ്ങനെ ഓഫ് ചേർത്തിട്ടുള്ളതൊക്കെ വന്നു പറഞ്ഞാല് അവിടെ പ്ലൂറൽ ആണെന്ന്. അതല്ലാതെ ഈച്ച്, എവരി അങ്ങനല്ലേ? ഇതൊരു കൺഫ്യൂഷൻ വന്നു ചോദിച്ചത്. പക്ഷേ ഓഫ് വരുന്നെന്ന് വെച്ച് പഠിക്കരുത് കേട്ടോ. ചിലപ്പോ വേറെ എവിടെയെങ്കിലും ഓഫ് വന്നാൽ കൺഫ്യൂഷൻ വരില്ലേ? ഈ കീവേഡ്സ് വെച്ച് പഠിക്കും. വൺ ഓഫ്, ഈച്ച് ഓഫ് ഒക്കെ ആണെങ്കിൽ പ്ലൂറൽ. കീവേഡ്സ് അങ്ങനെ എഴുതിയിട്ട് പ്ലൂറൽ എന്ന് എഴുതി വെക്കാം. ഇത്തരം കീവേഡ്സ് ചെയ്തിട്ട് നേരെ പ്ലൂറൽ ആണ്. അപ്പൊ വരുന്ന വെർബും ഓക്സിലറി ഒക്കെ പ്ലൂറൽ ആയിരിക്കും. ഇനി ഈച്ച്, എവരി, ഐദർ, നൈദർ ഒക്കെ പറയുകയാണെങ്കിൽ സിംഗുലർ ആണ്. അപ്പൊ വരുന്ന ഓക്സിലറിയും വെർബും സിംഗുലർ ആയിരിക്കും. അതാണ് റൂൾ നമ്പർ 9. ഓക്കെ. ഇമ്പോർട്ടന്റ് ആണോ? അല്ല, ഇത് ഇമ്പോർട്ടന്റ് ആണോ ചോദിക്കാം. അല്ല, എക്സാമിന് വരില്ല. പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ ടീച്ചേഴ്സ് അല്ലേ? എന്താണ് ഇതിങ്ങനെ? എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത്. ടീച്ചേഴ്സ് ആണ് ഇതൊക്കെ പഠിക്കണം കേട്ടോ. അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചാണ്. മനസ്സിലായി. അത് വരില്ല.
Okay, ഇനി 11. 11 it's same. A lot of, most of, some of, greatest part of, അതൊക്കെ plural ആണ്. Okay. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് ഈ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ് ഒക്കെ വരാണെങ്കിൽ അത് സിംഗുലർ ആയിട്ട് മാറും കേട്ടോ. ഓക്കെ, കൗണ്ടബിളിന്റെ കൂടെയാണ് ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ് ഒക്കെ വരാണെങ്കിൽ പ്ലൂറൽ ആയിട്ട് വരും. അതേസമയം അൺകൗണ്ടബിളിന്റെ കൂടെ, അതായത് ലോട്ട് ഓഫ് മണി, ലോട്ട് ഓഫ് മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ് മണി. അതുകൊണ്ട് അവിടെ എന്താണ് വാസ് യൂസ് ചെയ്തു, വാസ് സിംഗുലർ ആയിട്ട് പോയി. മോസ്റ്റ് ഓഫ് ദ വീറ്റ്, വീറ്റ് അൺകൗണ്ടബിൾ ആണ്, അപ്പൊ സീംസ് യൂസ് ചെയ്തു, അതൊരു വെർബാണ്, സീംസ് ആണ്. ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ വാട്ടർ, വാട്ടർ എന്താണ് അൺകൗണ്ടബിൾ ആണ്, സോ വാസ് ആണ് അവിടെ യൂസ് ചെയ്തത്. മനസ്സിലായോ? എക്സാമ്പിൾസ് ഒന്നുകൂടെ പറഞ്ഞു. എക്സാമ്പിൾസ് സെയിം. ഇപ്പോ ഈ കീവേഡ് പഠിക്കുക, ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ഗ്രേറ്റ് ഓഫ്. നിങ്ങൾ ഇങ്ങനെ എഴുതുന്നാല് ഇത്രയും കീവേഡ് കൊടുത്തിട്ട് പ്ലസ് ഇടാം. A lot of, most of, some of, greater part of, plus countable noun, plus is equal to plural. Is equal to plural. Ini a lot of, most of, some of, the greatest part of, plus uncountable noun is equal to singular. സിംഗുലർ. ഇങ്ങനെ പഠിക്കും. ഇതാണ് 11th rule. ഓക്കെ, ഇനി 12th one. 12th one ഇന്ന് ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കേട്ടോ, വരും. ഓക്കെ, ഇതില് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. 11 പറഞ്ഞില്ലേ, അതിൽ ഈ അൺകൗണ്ടബിൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എക്സാമിന്, വാട്ടറിന്റെയും അതുപോലെ. ഇത് ഈ കോൺവേർഡ് എന്നാണോ? ഇപ്പൊ 11th പറഞ്ഞില്ലേ ടീച്ചർ, മണി വാസ് എന്ന് പറഞ്ഞില്ലേ, ലോട്ട് ഓഫ് മണി വാസ്, അതേപോലെ വാട്ടറിന്റെയും പറഞ്ഞല്ലോ. അതൊക്കെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണോ? നമ്പർ 3, റൂൾ നമ്പർ 3, 4 and 5. 3, 4, 5 and 12. ഇതാണ് വരാം എക്സാമിന്, ഇത്രേ വരുള്ളൂ. ഓക്കെ, 3, 4, 5, 12. 12 money, distance, weight. Money, distance, weight. 5 kilo, 8 hours, 100 rupees. ഇതൊക്കെ വന്നാല് സിംഗുലർ ആണ്. അത് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ എത്ര കിലോ ആണ് പറഞ്ഞാലും, 5 കിലോ എന്ന് പറഞ്ഞാലും, ഇനിയിപ്പോ എത്ര രൂപ എന്ന് പറഞ്ഞാലും, അതിന്റെ കൂടുതലും വരുന്നത് കിലോമീറ്റേഴ്സ് ആണ്. കിലോമീറ്റേഴ്സ് ആണെങ്കിലും, റുപ്പീസ് ആണെങ്കിലും, കിലോസ് ആണെങ്കിലും അത് സിംഗുലർ ആയിട്ട് കാണാം. കൂടെ സിംഗുലർ ഓക്സിലറി അല്ലെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കും വരാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ദിവസം എന്തായാലും വരും, ഷുവർ ആണ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം സാർ. റൂൾ നമ്പർ 12, റുപ്പീസ്, മണി. കീവേഡ് നോക്കൂ നിങ്ങൾ. മണി, ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് മീൻസ് നമ്മുടെ കിലോമീറ്റേഴ്സ് ഒക്കെ പറയില്ലേ. മണി, ഡിസ്റ്റൻസ്, വെയിറ്റ്, കിലോസ് അല്ലെ. പിന്നെ ടൈം, അവേഴ്സ്, ഇത്ര മണിക്കൂർ എന്നൊക്കെ പറയില്ലേ. ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ഓക്സിലറീസ് ആണ്, അല്ലെങ്കിൽ സിംഗുലർ വേർബ് ആണ്. ഇതൊക്കെ സിംഗുലർ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, മണി, ഡിസ്റ്റൻസ്, വെയിറ്റ് ഈസ് ഈക്വൽ ടു സിംഗുലർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇതിനും കുറച്ച് എക്സാമ്പിൾ. ഇതിന് എക്സാമ്പിളോ? ഇതിന് ചിലപ്പോ ഈ ടെക്സ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ വരും. എന്താന്ന് പറഞ്ഞു? കിലോസ് വരും. അത് എത്ര കിലോ ആണെങ്കിലും നിങ്ങൾ കിലോ എന്ന് കണ്ടാൽ അത് സിംഗുലർ ആണ്. റുപ്പീസ് കണ്ടാൽ സിംഗുലർ ആണ്. കിലോമീറ്റർ കണ്ടാൽ സിംഗുലർ ആണ്. ഇത്രയും മതി. ഇത് എന്തായാലും ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അത് സിംഗുലർ ആണെന്നാ? ഈസ് വരും അല്ലേ? ഈസ് പാസ്റ്റ് ടെൻസ് വരാറില്ലേ? പാസ്റ്റ് ഓപ്ഷനിൽ നോക്കൂ. ഓപ്ഷനിലാണെങ്കിൽ പാസ്റ്റ് ആണെങ്കിൽ സിംഗുലർ ആയിട്ട് എഴുതിയാ പോരെ. വാസ് സിംഗുലർ ആണ്, സിംഗുലർ ആണ്, ആസ് സിംഗുലർ ആണ്.
ഇനി വെർബ് ആണെങ്കിൽ റൈറ്റ് ഒക്കെ അല്ലെ, റൈറ്റ്സ് ആണ് വരാം, റൈറ്റ്സ് ആയിട്ട് വരും, ലീഡ്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കാണാം. സൈൻ ഔട്ട് പറയൂ. സൈൻ ഔട്ട് ഒരു പാട്ട് പാടാം. തന്നെത്താനെ എന്നെന്നും നേദിക്കുന്നോ നീ നിന്നെ പൈതൽ പൊന്നാരം ചൊല്ലും നേരം മാരൻ കൈനീട്ടും നേരം അഴലിന്റെ തോഴി എന്നാലും അഴകുള്ള ജീവിതം മാത്രം കണി കാണുന്നില്ലേ നീ തനിയേ മിഴി തോരാതെന്നും നീ വെറുതെ ആദിത്യൻ ദൂരെ പേരേറും മുമ്പേ കാലത്തെ തന്നെ നീയോ മെല്ലെ പാടുന്നില്ലേ ഓങ്കാരം ശങ്കിൽ ചേരുമ്പോൾ ഈറൻ മാറുന്നവൻ മലരേ ഓരോരോ നാളും മിന്നുമ്പോൾ താനെ നീറുന്ന പെൺമലരേ ആരാരും കാണാതെങ്ങോ പൂക്കുന്നു നീ തൂമഞ്ഞിൻ കണ്ണീരെന്തേ വാർക്കുന്നു നീ നോവിന്റെ സിന്ദൂരം ചൂടുന്ന പൂവേ ഓങ്കാരം ശങ്കിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന മലരേ ഓരോരോ നാളും മിന്നുമ്പോൾ താനെ നീറുന്ന പെൺമലരേ. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് ആണ് നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു ടീച്ചർ.